ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 64 ഗോവിന്ദാഭിഷേകം ശ്ലോകം 3. തതോവമാനോദിത തത്വബോധസുരാധിരാജഃ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവഃ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തതോവമാനോദിത തത്വബോധ സുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവ സ നഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തഥ പിന്നീട്, അവമാനോദിത തത്വബോധ അവമാനത്തിൽ നിന്നുണ്ടായ ശരിയായ അറിവോടുകൂടിയ, സ ആ സുരാധിരാജ ദേവരാജൻ, നഷ്ടഗർവ അഹങ്കാരം മാറിയവനായി, ദിവ്യഗവ്യാസഹ കാമധേനുവിനോടുകൂടി, ഉപേത്യ ഗോകുലത്തിലെത്തിയിട്ട്, മണിമൗലിന രത്നം പതിച്ച കിരീടത്തോടു കൂടിയ ശിരസ്സുകൊണ്ട്, തേ അങ്ങയുടെ പദാബ്ജം പാദപത്മത്തെ, സ്പൃഷ്ട്വ സ്പർശിച്ചിട്ട്, തുഷ്ടാവ സ്തുതിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. തഥ അവമാനോദിത തത്വബോധ ചേർത്ത് ചൊല്ലുമ്പോൾ തതോവമാനോദിത അങ്ങനെ വരും. തത്വബോധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുരാധിരാജ സുരാധി അവിടെ 2 സാന്നുണ്ട്, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. സഹ സുരാധിരാജ അവിടെ വിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സഹ എന്ന് 1 സാ മതി. അവിടെയും ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവ സ നഷ്ടഗർവ അവിടെ വിസർഗം. സ്പൃഷ്ട്വ ഷ്ട്വ എന്നുള്ള ചിഹ്നം ഷ്ട എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സ്പൃഷ്ട്വ പദാബ്ജം ബ എന്നാണ് പദാബ്ജം മണിമൗലിനാ തേ അങ്ങനെ നിർത്താം. തതോവമാനോദിത തത്വബോധ സുരാധിരാജഃ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവ സ നഷ്ടഗർവഃ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ. അടുത്തത് 4ാമത്തെ ശ്ലോകം. സ്നേഹസ്നുതൈസ്ത്വാം സുരഭി പയോഭിർഗോവിന്ദനാമാങ്കിതമഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത ദിവ്യഗംഗാ പഥോഭിരിന്ദ്രോപി ജാതഹർഷ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിലെ അർത്ഥം നോക്കാം. സ്നേഹ സ്നുതൈ സ്ത്വാം സുരഭി പയോഭിർ ഗോവിന്ദ നാമാങ്കിതം അഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത ദിവ്യഗംഗാപാഥോഭിർ ഇന്ദ്രോപി ച ജാതഹർഷ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സുരഭി കാമധേനു, സ്നേഹസ്നുതൈ സ്നേഹം കൊണ്ടൊഴുകുന്ന, പയോഭി പാലുകൊണ്ട്, ത്വാം അങ്ങയെ, ഗോവിന്ദനാമാങ്കിതം ഗോവിന്ദൻ എന്ന പേരിനാൽ, അഭ്യഷിഞ്ചത് അഭിഷേകം ചെയ്തു, ഇന്ദ്ര അപി ഇന്ദ്രനും, ജാതഹർഷ സന്തോഷത്തോടുകൂടി, ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാഥോപി ഐരാവതം കൊണ്ടുവന്ന ദിവ്യഗംഗാജലത്താൽ, അഭ്യഷിഞ്ചത് അഭിഷേകം ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ്നേഹ സ്നുതൈസ്ത്വാം സ്ത്വാം നവള ചിഹ്നം ദീർഘം മുർക്കം. സുരഭി അവിടെ വിസർഗം, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പയോഭി അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഗോവിന്ദ എന്നുള്ളതിന് 1 ഗാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ പയോഭിർ ഗോവിന്ദ അങ്ങനെ ചൊല്ലണം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം.
നാമാങ്കിതം അഭ്യഷിഞ്ചത് ചേർത്ത് ചൊല്ലുമ്പോൾ പയോഭിർ ഗോവിന്ദ നാമാങ്കിതം അഭ്യഷിഞ്ചത്. ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. ഐരാവതോപാഹൃത ദിവ്യഗംഗാ പഥോഭിരിന്ദ്രോപി അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ചെറിയ വരട്ടിട്ടുണ്ട് അവിടെ. പഥോപി ഥോ എന്നുള്ളതിന് നന്നായിട്ട് ഊന്നി പറയണം. ഭി എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. പഥോബിർ ഇന്ദ്ര അപി അത് ചേർത്തിട്ടാണ് പഥോബിരിന്ദ്രോപി ച ജാതഹർഷ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. സ്നേഹസ്നുതൈസ്ത്വാം സുരഭി പയോഭിർഗോവിന്ദനാമാങ്കിതമഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത ദിവ്യഗംഗാ പഥോഭിരിന്ദ്രോപി ച ജാതഹർഷ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.